വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അത് 2026 ജൂലൈ 11 ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ച് ജില്ലയിലുള്ള സോനൌലി ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. ഇവിടെ നിന്ന് വിചിത്രമായ സാഹചര്യത്തിൽ ഒരു അമേരിക്കൻ പൗരനെ അതിർത്തി രക്ഷാസേന പിടികൂടിയിരുന്നു. കാലിഫോർണിയ സ്വദേശിയായിട്ടുള്ള ജോർദാൻ ബ്രൗൺ എന്ന പേരിലുള്ള വ്യക്തിയാണ് അറസ്റ്റിലായത്. 36 വയസ്സാണ് ഇയാളുടെ പ്രായം. അപ്പൊ ഇയാൾ പറയുന്നത് താൻ നേരത്തെ US നേവിയിലും സ്പെഷ്യൽ ഫോഴ്സിലും 6 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. യാതൊരുവിധ യാത്രാരേഖകളും ഇയാളുടെ കയ്യിലില്ല. പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല, തിരിച്ചറിയൽ രേഖകളില്ല. ഇതൊന്നുമില്ലാതെ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ അതിർത്തിയിലെ 516 നമ്പർ പില്ലറിന് സമീപത്ത് വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഇയാള് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ നമ്മുടെ സേനയുടെ മുന്നിൽപ്പെട്ട പിന്നെ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. തീർച്ചയായും അവര് പിടികൂടി ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഇയാള് ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ സേനയ്ക്കും ബലം പ്രയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഇയാളെ കീഴ്പ്പെടുത്തി. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് താൻ 6 വർഷത്തോളം US നേവിയിൽ സ്പെഷ്യൽ ഫോഴ്സിലുമൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണെന്നൊക്കെ ഇയാള് മൊഴിഞ്ഞത്. അപ്പോൾ ഇയാളെ വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് കണ്ടുപിടിക്കുന്നത്, പിടികൂടുന്നത്. കയ്യിൽ യാതൊരു രേഖകളുമില്ല. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. തായ്ലാന്റിൽ വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നും തുടർന്ന് ശ്രീലങ്ക വഴി കടൽ മാർഗം 2025 നവംബറിൽ ഇന്ത്യയിലെത്തിയെന്നും ഏറെക്കാലമായിട്ട് ഗോവയിലാണ് താൻ കഴിഞ്ഞിരുന്നത് എന്നും ഇയാൾ പറയുന്നുണ്ട്. അതേസമയം തന്റെ പാസ്പോർട്ട് ബംഗളൂരുവിലുള്ള ഒരു സുഹൃത്തിന്റെ കൈവശമാണെന്നും നേപ്പാളിലുള്ള മറ്റൊരു സുഹൃത്തിനെ കാണാനാണ് അതിർത്തി കടക്കാൻ ശ്രമിച്ചത് എന്നും ഇയാൾ വേറൊരു മൊഴിയും പറഞ്ഞു. അതായത് ഒരു ഉറപ്പില്ലാതെ മാറി മാറിയുള്ള മൊഴികൾ പറയുന്ന ഒരു പഠിച്ച കള്ളനാണ് ഇയാളെന്നാണ് നമുക്ക് തോന്നുന്നത്. മ്യാൻമാറിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ പരിശീലനം നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെയാണ് ഇന്ത്യ മറ്റു ചില വിദേശ പൗരന്മാരെ പിടികൂടിയത്. ആ കൂട്ടത്തില് US പൗരനും ഉക്രൈൻ സ്വദേശികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമേരിക്കൻ പൗരന്റെ അറസ്റ്റിനെയും വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യയുടെ ഏജൻസികൾ കാണുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള നീക്കങ്ങളും അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവാണ്. നിലവിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാള് ഈ ഇന്നത്തെ മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കാര്യം, തനിക്ക് ബാംഗ്ലൂരും ഗോവയിലും ഒക്കെ സുഹൃത്തുക്കൾ മാത്രമല്ല ഉള്ളത്, തന്റെ ഭാര്യ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുകൂടി ഇയാൾ പറഞ്ഞതായിട്ട് ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ പക്കൽ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകളോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം കാരണം, പരസ്പര വിരുദ്ധമായ മൊഴി കാരണം ആദ്യം മുതൽ തന്നെ ഇയാളെ വിശ്വസിച്ചിട്ടുമില്ല. ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും ഇന്ത്യയിലെ ബന്ധങ്ങളെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ തീവ്രമായ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. സോ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് വിദേശികൾ എന്തുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്? ഇപ്പോൾ ഇയാള് തൽക്കാലം നമുക്ക് അവിടെ നിർത്താം. ഇയാൾ ചിലപ്പോൾ ചാരനായിരിക്കാം, മറ്റു കാരണങ്ങളാൽ ഇവിടെ എത്തിയതായിരിക്കാം, എന്തുമാകട്ടെ. പക്ഷേ ഈ യുക്രൈൻ സ്വദേശികളെയും ഒരു അമേരിക്കക്കാരനെയും ഒക്കെ നമ്മൾ നേരത്തെ പിടികൂടിയതാണ്. അതായത് മ്യാൻമാർ കേന്ദ്രമായി പ്രവർത്തിച്ചിട്ട് ഇന്ത്യയിൽ പണിയാൻ നോക്കിയപ്പോൾ. അപ്പൊ ഇത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇന്ത്യയെ ഭീതിയോടെ നോക്കുകയാണോ ശരിക്കും ഡീപ് സ്റ്റേറ്റ്? അതോ ഇനി നേരിട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് ഇതിന്റെ ഒക്കെ പുറകിൽ പങ്കുണ്ടോ? ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് അവിടെ ഭരണം നടക്കുന്നത്. ഒന്ന്, ഡീപ് സ്റ്റേറ്റിന്റെ ഭരണം. അവർ പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്കൻ താല്പര്യങ്ങളെയും അവിടുത്തെ സമ്പന്നരുടെ താല്പര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ലോകത്തെ ചലിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തിയാണ്. അതിനകത്ത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവന്മാരായിരുന്ന ആളുകളുണ്ട്, അതിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സജീവമായിട്ടുള്ളവരുണ്ട്, ലോകത്തെ അതിസമ്പന്നരായ ചില വ്യക്തികളുണ്ട്, അമേരിക്കയിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട ആളുകളുണ്ട്. സോ അവര് അമേരിക്ക ഭരിച്ചാലും സമാന്തരമായ ഒരു ഭരണകൂടത്തെ റൺ ചെയ്യുന്നവരാണ്. അവരെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അമേരിക്കയുടെ ഭരണകൂടമാണ് നമ്മൾ കാണുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. ചില ഘട്ടങ്ങളിൽ അമേരിക്കൻ ഭരണകൂടവും ഡീപ് സ്റ്റേറ്റും ഒരേ തൂവൽ പക്ഷികളാണ്. ഇവർ ഒരേ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവർ ഒന്നിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ചില ഘട്ടത്തിൽ ഇവർ തമ്മിൽ വ്യത്യസ്തമായ വഴികളിലൂടെ പോകാം. ട്രംപിന്റെ ആദ്യ ടേം ഡീപ് സ്റ്റേറ്റും അമേരിക്കയും തമ്മിൽ ശക്തമായ പ്രശ്നങ്ങൾ അമേരിക്കൻ ഭരണകൂടവും തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ടേമിൽ പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നിയിട്ടുള്ളത് ഡീപ് സ്റ്റേറ്റിനോടൊപ്പം ചേർന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ്. എന്തായാലും നിലവിൽ ഈ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചാരന്മാരെത്തുന്നതിന്റെ പുറകിൽ ഡീപ് സ്റ്റേറ്റിന് മാത്രമാണോ പങ്കുള്ളത്, അതോ നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിനും അതിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയെ ചിലരൊക്കെ ഭയപ്പെടുന്നുണ്ട്, ഇന്ത്യയുടെ വളർച്ചയെ ഭയപ്പെടുന്നുണ്ട്.
ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നുമുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ വളർച്ചയെ ഭയപ്പെടുന്നത് കൊണ്ടാവാം, ഇന്ത്യയുടെ ആണവ പദ്ധതികളിലുള്ള ഭയമായിരിക്കാം, ഇന്ത്യയുടെ സൈനിക ശക്തിയിലുള്ള ഭയമായിരിക്കാം, ഇന്ത്യ ടെക്നോളജി രംഗത്ത് കൈവരിക്കുന്ന പുരോഗതിയെ കാണുമ്പോഴുള്ള ഭയം കൊണ്ടായിരിക്കാം, ഇന്ത്യയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്ന ചാരന്മാരാകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഭരണകൂടത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കാനും വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടി നടത്തുന്ന നീക്കങ്ങളായിരിക്കാം. എന്തായാലും ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ കാണാത്ത വിധം, പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാരടക്കം ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ യാതൊരു യാത്രാരേഖകളും ഇല്ലാതെ പിടികൂടപ്പെടുമ്പോൾ ഇതിനെയൊക്കെ സ്വാഭാവികമാണ്, കോയിൻസിഡൻസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് കഴിയില്ല. പ്രത്യേകിച്ച് ഈ ലോകത്ത് നടന്ന ഭരണകൂടങ്ങളിലെ അട്ടിമറികളെക്കുറിച്ചും കലാപങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച വിദേശ ശക്തികളുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും യാദർച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതുക വയ്യ. ഈ ബംഗ്ലാദേശിലുണ്ടായ അട്ടിമറി ആയിക്കോട്ടെ, യുക്രൈനിലുണ്ടായ അട്ടിമറി ആയിക്കോട്ടെ, ലോകത്ത് മുഴുവൻ അട്ടിമറികൾ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ വിദേശ ശക്തികൾ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ശക്തമായ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ ചാരസംഘടനകൾ ഇത്തരത്തിലുള്ള പല കളികളും കളിക്കും. സോ ഇന്ത്യയുടെ വളർച്ചയിൽ അസ്വസ്ഥരായ ആരൊക്കെയോ കളിക്കുന്ന വലിയ കളികളുടെ ഭാഗമാണ് ഈ ചാരന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ നിന്ന് പിടികൂടപ്പെടുന്ന ഇത്തരം വിദേശികൾ അവർ അത്രയ്ക്കങ്ങ് നിഷ്കളങ്കരാണെന്ന് കരുതാൻ തൽക്കാലം കഴിയില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.